മെയ് 18 അദ്ദേഹത്തിന് ബാംഗ്ലൂർ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അവിടെ പോയി ബാംഗ്ലൂരിൽ തിരിച്ചു വരാൻ നേരത്ത് താൻ കയറിയുന്ന ഫ്ലൈറ്റ് നമുക്ക് എല്ലാവർക്കും അന്ന് ന്യൂസിൽ ചെറിയ ന്യൂസൊക്കെ വന്നായിരുന്നു. ഫ്ലൈറ്റ് പൊങ്ങിയപ്പോഴേക്കും അതിൽ ഭയങ്കര ഒരു ശബ്ദം ഉണ്ടായി. ആദ്യം ഇവർ പറയേ ഭയങ്കര ശബ്ദം ഉണ്ടായി. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ചെറിയതായ തീ കാണാൻ തുടങ്ങി ഫ്ലൈറ്റിന്. പക്ഷേ അത് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും കെട്ട്. പക്ഷേ കുറച്ചും കൂടി മുകളിലോട്ട് എത്തിയപ്പോഴേക്കും തീ ഭയങ്കരമായിട്ട് കത്താൻ തുടങ്ങി. ഇദ്ദേഹം പറയുകയാണ് ആ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോഴേക്കും ഇതോടുകൂടെ തീർന്ന്. അതിൻ്റെ വിഷ്വൽസ് അന്ന് അവിടെ ഉണ്ടായിരുന്ന പലരും ആ ഫോണിൽ എടുത്ത ഒരു വിഷ്വൽസ് ആണ് കാണുന്നത്. അദ്ദേഹം പറയാം തീർന്നു, ഇനി ഇനി ഭൂമിയിലോട്ട് എത്താൻ പറ്റത്തില്ല എന്ന് ചിന്തിച്ചു. പക്ഷെ അവിടെ ദൈവം അത്ഭുതം ചെയ്യുന്നതിനാൽ യാതൊരു കുഴപ്പമില്ല. ഏകദേശം 10 മിനിറ്റോളം ഈ തീയോടുകൂടെ ഫ്ലൈറ്റ് ഇങ്ങനെ കറങ്ങി നടന്ന് അവസാനം സ്മൂത്തായി തിരിച്ച് ലാൻഡ് ചെയ്തു. ഇവരുടെ ആരുടെയും ഒരാൾക്ക് പോലും യാതൊരു അപകടവും ഇല്ലാതെ ദൈവം അത്ഭുതകരമായ രീതിയിൽ ഇന്നും ജീവനോടെ തന്നെ നിർത്തിയിരിക്കുകയാണ്. ഞാൻ വിശ്വസിക്കുന്ന ശരിക്കും ബെൻഹർ ബ്രദർ അതിനകത്ത് ഉണ്ടായതുകൊണ്ടാണ് ആ ഫ്ലൈറ്റ് ഇത്ര സേഫ് ആയിട്ട് അവിടെ ലാൻഡ് ചെയ്ത് ഒരാൾക്കും ഒരു അപകടം ഉണ്ടാകാതിരുന്നത്. കാരണം അബ്രഹാം ദൈവത്തോട് പറഞ്ഞതാണ്, ഒരു നീതിമാനെങ്കിലും ആ പട്ടണത്തിനുണ്ടെങ്കിൽ ഞാൻ ആ പട്ടണത്തെ നശിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞ നമ്മുടെ കർത്താവ്